ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ മെത്തേഡ്സ് ഓഫ് റീഅപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർഹെഡ്സിൻ്റെ തിയറി പാർട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. അപ്പോർച്ച്മെൻറ്റ് ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിട്ടും അപ്പോർഷൻ ചെയ്യാം. അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും അപ്പോർഷൻ ചെയ്യാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം അപ്പോർഷൻ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിലെ പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. The following data were obtained from the books of Light Engineering Company for the half year ending 30th September 2021. Calculate departmental overhead rates for each of the production departments, assuming that the overheads are recovered as a percentage of direct wage. Production department and service department: direct wage, direct material, number of employees, electricity. Light points, asset value, area occupied. Expense for 6 months: stores overhead, motive power, electric lighting, labor welfare, depreciation, repairs and maintenance, general overheads, rent and taxes. Apportion the expense of service department X in the ratio of 4:3:3 and that of Y in proportion to direct wage to department A, B and C respectively. ഫസ്റ്റ് നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ട ബേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിനുശേഷം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കൊടുത്തിട്ടുണ്ട്. 6 മന്തിലേക്കുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലും ചെയ്യുക. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ എക്സ്പെൻസ് 4:3:3 എന്നുള്ള രീതിയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് വൈൻ്റെത് ഡയറക്റ്റ് വേജിൻ്റെ പ്രൊപ്പോർഷനിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. സൊല്യൂഷൻ നോക്കാം. ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് അലോക്കേഷൻ. ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് വേജോ ഡയറക്റ്റ് മെറ്റീരിയലോ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം എടുത്താൽ മതി. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. സോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയലും കൺസിഡർ ചെയ്യണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് അലോക്കേഷനാണ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ കോളത്തിൽ എഴുതാം. 2000, എക്സിൻ്റെത് 1000, വൈൻ്റെത് 1000. ഡയറക്റ്റ് മെറ്റീരിയൽ 2500, എക്സിൻ്റെത് 1500, വൈൻ്റെത് 1000. ദെൻ സ്റ്റോഴ്സ് ഓവർഹെഡ് ടോട്ടൽ 400 ആണ്. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഡയറക്റ്റ് മെറ്റീരിയൽ 3000, 2500, 2000, 1500, 1000. ഇതിൽ ഒക്കെ എന്താണ്, 2 zeros കോമൺ ആണ്. 2 zeros ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം നമുക്ക് കിട്ടുക 30, 25, 20, 15, 10. ഇതാണല്ലോ കിട്ടുക. ഇതിനെ നമ്മൾ വീണ്ടും ചെറുതാക്കുകയാണെങ്കിൽ കോമൺ ഫാക്ടർ ഇതാണ്. ഇതിലെല്ലാം ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. 30ൽ 5 6, 25ൽ 5 5, 4, 3, then 2. ഈ ഒരു റേഷ്യോ ആണ് കിട്ടുക. 6:5:4:3:2. ഈ റേഷ്യോയിൽ വേണം നമ്മൾ സ്റ്റോഴ്സ് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. 400 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. 6:5:4:3:2. നോക്കാം. ടോട്ടൽ 400 എടുക്കുക. റേഷ്യോ എന്ന് പറയുന്നത് 6:5
5:4:3:2 ആണ്. ടോട്ടൽ ഇൻറ്റു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെത് 6 ആണ്. 6 ഡിവൈഡഡ് ബൈ റേഷ്യോൻ്റെ ടോട്ടൽ. ഇത് ടോട്ടൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 20 കിട്ടും. ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ എത്ര കിട്ടും? 120 കിട്ടും. അതാണ് എൻ്റെത് എന്ന് പറയുന്നത്. ദെൻ ബീൻ്റെത് 400 ഇൻറ്റു 5 ആണ് വരിക. 5 ഡിവൈഡഡ് ബൈ 20 is equal to 100. Then സീൻ്റെത് 400 ഇൻറ്റു 400 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ 80 കിട്ടും. ദെൻ അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 400 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 20 is equal to 60. 400 into 2 divided by 20 is equal to 40. ഈ ഒരു രീതിയിലാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. മോട്ടീവ് പവറിൻ്റെ 1500 ആണ് ടോട്ടൽ ഉള്ളത്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മോട്ടീവ് പവർ ഇലക്ട്രിസിറ്റി 8000, 6000, 6000, 2000, 3000. അത് റേഷ്യോ എങ്ങനെയാണ് മാറ്റുക? കോമൺ സീറോസ് ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുക 8, 6, 6, 2, 3. ഇതാണ് റേഷ്യോ വരിക. 8:6:6:2:3. ഈ റേഷ്യോയിൽ വേണം അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ. സോ ഇവിടെ മോട്ടീവ് പവർ ഉള്ളത് 1500 ആണ് ടോട്ടൽ ഉള്ളത്. റേഷ്യോ എന്ന് പറയുന്നത് 8:6:6:2:3 ആണ്. 8:6:6:2:3 ഈ റേഷ്യോയിലാണ്. സോ എന്ത് ചെയ്യുക? ആദ്യം ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ എന്ന് പറയുന്നത് 25 ആണ്. സോ 1500 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ ഏണ്ടത് 8 ഡിവൈഡഡ് ബൈ 25. ബീൻ്റെത് എന്താ വരിക? 1500 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 25. സീൻ്റെത് 1500 ഇൻറ്റു 6 divided by 25. Then x ഇൻ്റെത് 1500 into 2 divided by 25. y ഇൻ്റെത് 1500 into 3 divided by 25. ഇങ്ങനെ ചെയ്താൽ നമുക്ക് 480, 360, 360, 120, 180 കിട്ടും. അതേപോലെ ലൈറ്റിങ്ങിൻ്റെയും ലേബർ വെൽഫെയറിൻ്റെയും ഡിപ്രിസിയേഷൻ്റെതൊക്കെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഡിപ്രിസിയേഷൻ്റെത് അസറ്റ് വാല്യൂവിലാണ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിൻ്റെതും അസറ്റ് വാല്യൂ ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കോമൺ ഫാക്ടർ ഉണ്ടാവുമല്ലോ, ഡിവിസിബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അതെന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തിട്ട്
നമ്പേഴ്സ് ചെറുതാക്കി കൊണ്ടുവരിക. എന്നിട്ട് അതിനെ ചെറിയ ഡിജിറ്റ് ആകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റേഷ്യോയിലേക്ക് മാറ്റുക. ദെൻ അതിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ ഇൻറ്റു റേഷ്യോ ഡിവൈഡഡ് ബൈ റേഷ്യോൻ്റെ ടോട്ടൽ. ദെൻ ജനറൽ ഓവർ ഹെഡ് ഡയറക്റ്റ് വേജിൻ്റെ ബേസിലാണ്. റെൻ്റ് ആൻഡ് ടാക്സസ് ഏരിയൻ്റെ ബേസിൽ. അതിന് ശേഷം എന്ത് ചെയ്യുക, എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുക്കുക. എൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 8,340, ബീൻ്റെ ടോട്ടൽ 6,220, സീൻ്റെത് 5,100, എക്സിൻ്റെത് 4,100, വൈൻ്റെത് 3,640. ഇത് ഇത്രയും നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്തതുപോലെ ബേസ് നോക്കി അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. റേഷ്യോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി എക്സിൻ്റെത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 4:3:3 എന്നുള്ള റേഷ്യോയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. സോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4,100. സോ നമ്മൾ 4,100ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് 4:3:3 എന്നുള്ള റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടോട്ടൽ 10 ആണല്ലോ. 4 + 3 + 3 എത്രയാണ്? 10 ആണ്. സോ ചെയ്യേണ്ടത് എത്രയാണ് വരിക? 4,100 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും നമുക്ക്? 1,640. ബീൻ്റെത് 4,100 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 1,230. അതേപോലെ സീൻ്റെതും 4,100 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 1,230. വൈക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. സോ 4:3:3 എന്നുള്ള റേഷ്യോയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ വൈൻ്റെതും ചെയ്യുക. വൈൻ്റെത് ഡയറക്റ്റ് വേജിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. വൈൻ്റെത് ഡയറക്റ്റ് വേജിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക? അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെത് 1,416, ബീൻ്റെത് 1,213, സീൻ്റെത് 1,011 കിട്ടും. അത് ഡയറക്റ്റ് വേജിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ എടുക്കുക. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് A, B, Cൻ്റെ ടോട്ടൽ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സ്ലൈഡിൽ കുറച്ച് മാറ്റമുണ്ട്. സ്ലൈഡ് മാറിയിട്ടുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്ന് ചെയ്യുക. ക്വസ്റ്റ്യൻ അറിയാലോ. ആ ക്വസ്റ്റ്യൻ വെച്ച് വൈൻ്റെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈൻ്റെത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത് ഡയറക്റ്റ് വേജിൻ്റെ ബേസിലാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസിൻ്റെ ടോട്ടൽ വൈൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 3,640 ആണ്. ആ 3,640 7:6:5 എന്നുള്ള റേഷ്യോയിൽ A, B, C ഈ ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടോട്ടൽ കാണാം. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ചെയ്ത് നോക്കുക. ഇത്രയാണ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ചെയ്യാനുള്ളത്. താങ്ക് യു.